السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫള് കൊണ്ടും പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ടും കേറി വരുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ പോരിശ കൊണ്ടും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി ഇരുലോക വിജയികളിൽ നമ്മെ വേണ്ടപ്പെട്ടവരെ അല്ലാഹു ചേർക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ, നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളൊക്കെ മാറ്റി റാഹത്ത് നൽകട്ടെ. മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഖബർ സ്വർഗീയ ആനന്ദത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ അവസാനത്തെ മൊമെന്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ നമ്മുടെ ഓരോ നന്മയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. ഒരു വിശ്വാസിയുടെ ഒരു മാസത്തിന്റെ, ഒരു ദിവസത്തിന്റെ ലാസ്റ്റ് മൂമെന്റ് അവർ എങ്ങനെയെന്ന് നോക്കിയിട്ട് അല്ലാഹു ഒരു റിസൾട്ട് തീരുമാനിക്കുമെന്നാണ്. ഖൈറാണെങ്കിൽ ഖൈർ, ഖൈറല്ല മറ്റു തിന്മകളാണെങ്കിൽ ഈ മാസക്കാലം തിന്മ. ആ ഒരു തീരുമാനം അല്ലാഹു പറയുന്ന നേരത്ത് അൽഹംദുലില്ലാഹ് നന്മയിൽ ഭാഗവാക്കാകുക, നന്മയിൽ ആ രാവിനെ, അവസാന രാവിനെ ഉപയോഗപ്പെടുത്തുക. അതിനെല്ലാം വലിയ സ്ഥാനമാണ്, വലിയ ഭാഗ്യമാണ്, വലിയ തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ വലിയ ഭാഗ്യം നമുക്ക് അല്ലാഹു ചെയ്തു തന്നതുപോലെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ചെന്നിരിക്കാൻ ഹബീബിന്റെ ചാരത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഈ രാവിൽ പ്രത്യേകിച്ച് ഓതേണ്ട, ചൊല്ലേണ്ട ദിക്ർ, സ്വലാത്ത്, ദുആ, അതാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി കൂടെ ചെല്ല. അല്ലാഹു സലാമത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സിഹ്ഹതി വൽ ആഫിയതി യാ റബ്ബൽ ആലമീൻ. اللهم ارزقنا حج بيتك الحرم وزيارة نبينا نبي رحمة مصطفى محمد صلى الله عليه وسلم مع الصحة والعافية يا رب العالمين. اللهم ارزقنا حج بيتك الحرم وزيارة نبينا نبي رحمة مصطفى محمد صلى الله عليه وسلم مع الصحة والعافية يا رب العالمين. الحمد لله الحمد لله. അല്ലാഹു സുബ്ഹാനഹു തആല ഉടൻ തന്നെ നമ്മൾ ഈ ചോദിച്ചതുപോലെ എത്രയും പെട്ടെന്ന് ഹജ്ജിനും ഉംറക്കും സിയാറത്തിനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ മഹല്ലത്തിൽ, നമ്മുടെ നാട്ടിൽ, ലോക മുസ്ലിമീങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകൾ ഇക്കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചു. പലരും യാത്ര പോകാനുള്ള അവസാനത്തെ മൊമെന്റ്. ഹജ്ജ് ഹൗസിലൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്ന രംഗം. ഇക്കൊല്ലത്തെ എല്ലാ ഹജ്ജാജിമാർക്കും, ഹജ്ജുമ്മമാർക്കും കബൂലിയത്ത് കിട്ടാൻ, അവരുടെ ഹജ്ജ് മബ്റൂറാകാൻ, ഉംറ മഖബൂലാകാൻ, സിയാറത്ത് മർളിയാകാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായൊരു ദുആയാണ് ചൊല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി ആ ദുആയിലേക്ക് ചേരുക. അവർക്ക് നല്ല സന്തോഷത്തോടെ, കബൂലിയത്തോടെ, ആഫിയത്തോടെ അമലുകൾ ചെയ്ത് മടങ്ങി വരാൻ വലിയ തൗഫീഖിന് വേണ്ടിയുള്ള ദുആയാണ്. എല്ലാവരും ആത്മാർത്ഥമായി എൻ്റെ കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജി ഹാദിഹി സനതി ഹജ്ജം മബ്റൂറാ وعمرتهم عمرة مقبولا وزيارتهم زيارة مرضية. اللهم اجعل حج حجاج هذه السنة حجا مبرورا وعمرتهم عمرة مقبولا وزيارتهم زيارة مرضية. اللهم اجعل حج حجاج هذه السنة حجا مبرورا وعمرتهم عمرة مقبولا وزيارتهم زيارة مرضية.
തഖബ്ബലല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്ത്, അല്ലാഹുവിൻ്റെ മഴ, ഖൈറായ മഴ, ആ മഴയുടെ ഖൈറെല്ലാം നമുക്ക് നേടിയെടുക്കണം. മഴയിലൂടെ എന്തെങ്കിലും ശർർ അല്ലാഹു വിധിക്കുന്നുണ്ടെങ്കിൽ ആ ശർറിനെ തൊട്ട് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു പ്രത്യേകം കാവൽ കിട്ടണം. അതിനുവേണ്ടിയുള്ള ദുആ. മഴ പെയ്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായി ചെയ്തൊരു ദുആ ഉണ്ട്. ഈ മഴ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ പടച്ചവനേ, മഴ ഖൈറാക്കണേ പടച്ചവനേ, അതിൻ്റെ പ്രയാസങ്ങളൊന്നും തരരുതേ എന്നാണ് ആ ചോദ്യം. ആ ദുആ എമ്പാടും നമ്മൾ ചോദിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മഴയുടെ പ്രയാസത്തിൽ ഒട്ടനവധി നാടുകൾ വെള്ളക്കെട്ടിൻ്റെയും വീട്ടിലും പിന്നെ കടകളിലും അവരുടെ സ്ഥാപനങ്ങളിലുമെല്ലാം വെള്ളം കയറിയതിൻ്റെ പ്രയാസമാണ്. പലരും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കുഴപ്പമില്ല എന്നൊരു പക്ഷേ നമുക്ക് കരുതാമെങ്കിലും നമ്മുടെ പരിസരത്ത് പല സ്ഥലങ്ങളിലും പ്രയാസമാണ്. പല വീടുകളും ഒഴിപ്പിക്കേണ്ട അവസ്ഥകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അടുത്ത സാഹചര്യം ഓരോ നാടുകളിലേക്കുമാണ്. അപ്പോൾ മഴയുടെ ഖൈറ് കിട്ടണം, അതിൽ നിന്നൊരു പ്രയാസവും ഉണ്ടാകരുത് എന്നുള്ള തേട്ടം ആത്മാർത്ഥമായി നമ്മൾ തേടണം. അള്ളാഹു നമുക്ക് മഴ ഖൈറാക്കി നൽകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും ദുരിതങ്ങളെ തൊട്ടും അള്ളാഹു ഹിഫ്ളും അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ കൂടെ മഴയുടെ ഖൈറ് മുഴുവൻ കിട്ടാനും എല്ലാവിധ മുസീബത്തിൽ നിന്നും രക്ഷ കിട്ടാനും വേണ്ടിയുള്ള ദുആ. ചെറിയ ദുആ, ഒറ്റ വാക്കാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. ആ ദുആ നമുക്ക് ആത്മാർത്ഥമായി പറയാം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി പരിശുദ്ധമായ ഹജ്ജിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ രേഖപ്പെടുത്തുന്ന പരിശുദ്ധമായ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന തസ്ബീഹ് എന്നാണ് ആ തസ്ബീഹ് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഹജ്ജിന്റെ കൂലി നമുക്ക് വാങ്ങിത്തരുന്ന പോരിശുള്ള തസ്ബീഹാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് സാധാരണ ചൊല്ലുന്ന പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഖഅദയാണല്ലോ, ഒരുപാട് കൂലി കിട്ടുമല്ലോ ഓരോ കർമ്മങ്ങൾക്കും. കഴിഞ്ഞ മാസം ചെയ്ത പോലെയല്ല, ശവ്വാലിൽ ചെയ്ത പോലെയല്ല, വല്ലാത്ത പോരിശയാണ്. അവർ നിയ്യത്തോടെ മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ കൂടെ എല്ലാറ്റിലും പങ്കാളിയാവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക وتوفيق طاعتك وإيمانك يا الله. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പറഞ്ഞു തന്നിട്ടുള്ള ഒരു അമൂല്യമായ ദിക്റാണ്. അതിന്റെ പ്രതിഫലം ഇത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ടി വരില്ല, ദുനിയാവ് അവരുടെ പിന്നാലെ വരും.
സമ്പത്തും സൗകര്യവും അവരെ തേടി അവരെവിടെയുള്ളത് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ അത്രയേറെ പോരിശയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ അള്ളാഹു സ്വർഗത്തിന്റെ കവാടം തുറന്നു നോക്കും. അങ്ങനെ ഒരുപാട് എണ്ണി പറഞ്ഞാൽ പോരിശയുള്ള പൂർവികരായ സൂഫികൾ കൃത്യമായി ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ദിക്റാണ്. അത് ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ല, തെറ്റുകൂടാതെ ചൊല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പോരിശ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. തഖബ്ബലല്ലാഹു, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കരിഞ്ഞു പോകാൻ, തെറ്റുകൾ പൊറുക്കപ്പെടാൻ, മൗഫറത്ത് കിട്ടാൻ, ഇനി ശേഷമുള്ള ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബറക്കത്തും ഐശ്വര്യവും സമ്പത്തും സൗകര്യങ്ങളും സന്താനങ്ങളും കുടുംബവും റാഹത്തും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തരാൻ വേണ്ടി രണ്ടും കൂടെയാണ്. ഒന്ന് തിന്മകൾ മാച്ചു കളയാൻ, രണ്ട് ഖൈറാത്തുകൾ കേറി വരാൻ വേണ്ടി. അതിനാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയ ഇസ്തിഗ്ഫാർ കൂടെയാണ് നമ്മൾ പ്രത്യേകം പരിഗണിക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ പറയണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന غفارا. أستغفر الله العظيم إنه كان غفارا. أستغفر الله العظيم إنه كان غفارا. أستغفر الله العظيم إنه كان غفارا. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ, ഇബാദിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ, അതിനേക്കാൾ അഫ്ളലായ ദിക്ർ വേറെ ഉണ്ടോ? ഇല്ല. അള്ളാഹു ഇറക്കിയതിൽ നമുക്ക് അവതരിപ്പിച്ചതിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ വാക്ക് ഏതാണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ 7 ആകാശഭൂമിയേക്കാൾ ഭാരം കൂടുതലാണെന്ന്. അത്ര വലിയ വാക്കാണ്. ആ വാക്കാണ് നമുക്ക് മരിക്കുമ്പോൾ പറയേണ്ടത്. ആ വാക്ക് മരിക്കുമ്പോൾ പറയുന്ന ആളുകൾ ദഖലൽ ജന്ന, ആ സെക്കൻഡിൽ സ്വർഗത്തിൽ കിടക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. ഫഅലം അന്നഹു അഫ്ളല ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله. 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 لا إله
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗൽഭമായ നാമം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്മുൽ ആലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അത് ചൊല്ലിയിട്ടുള്ള മജ്ലിസ് അള്ളാഹിന്റെ പ്രത്യേക നോട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം, 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 യാദൽ ജലാലി വൽ ഇക്റാം. അൽഹംദുലില്ലാഹ്. തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തു കഫാക്ക 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസ് ശിഖർ റളിയല്ലാഹു തആല അൻഹു എഴുതി വെച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ്. ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും. ഒരുപാട് ശർറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെക്കും. ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല. ശത്രുക്കൾ പരാജയപ്പെടും. വലിയ കാവലുണ്ടാകും. ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ കല്ലത് ലകൽ കലികാ കഫാകാ മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹ്കീ കൗകബൽ ഫലകാ കഫാകാ റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ കല്ലത് ലകൽ കലികാ കഫാകാ മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹ്കീ കൗകബൽ ഫലകാ കഫാകാ റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ കല്ലത് ലകൽ കലികാ കഫാകാ മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹ്കീ കൗകബൽ ഫലകാ. തഖബ്ബലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക അല്ലാഹു വച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ ചൊല്ല എല്ലാവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അള്ളാഹുവിന്റെ പ്രഗൽഭമായ 2 ഇസ്മുകൾ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം നീങ്ങിപ്പോകും. ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു തആല അൻഹ പ്രയാസപ്പെട്ട് വിഷമിച്ച് പുന്നാര നബി തങ്ങളുടെ ചാരത്ത് വന്നപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഫാത്തിമ ഇങ്ങനെ പറഞ്ഞോളൂ, ഈ ദിക്ർ പറഞ്ഞോളൂ, നിന്റെ എത്ര വലിയ ടെൻഷനും മാറും, നിന്റെ എല്ലാവിധ മാനസിക ഡിപ്രഷനും മാറി നിനക്ക് റാഹത്തുണ്ടാവും, കൽബിനൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഇത് ചൊല്ലിക്കോളൂ, ഒരുപാട് ബറക്കത്തുണ്ടാകും എന്ന് പറഞ്ഞ പരിശുദ്ധമായ അള്ളാന്റെ സഹായം പെട്ടെന്ന് നേരിട്ട് കിട്ടാൻ ഈ ദിക്ർ ഈ ദുആ പ്രത്യേകം കാരണമാകും. അതാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. تقبل الله. الله സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മളെവിടെയുള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഖിറത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്.
അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്തുൽ ഫാത്തിഹ അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിന്റെ തഹയ്യാത്തിൽ നമ്മൾ ഓതുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിന്റെ താഴെയാണ്. അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പൊ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം. ഒരുപാട് പോരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് 10,000-കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം. അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി اللهم صل على النور واهلي 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 اللهم صل على النور واهله. تقبل الله. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ഈ പരിശുദ്ധമായ ഈ ദുൽഖഅദ മാസത്തിൽ
പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് ഹദ്ദാദ് തങ്ങൾ, കക്കടിപ്പുറം വലിയുള്ള അന്തറുപ്പാപ്പ, ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇമാം റാഫി തങ്ങൾ, അങ്ങനെ എമ്പാടും സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, സൂഫിയാക്കൾ വഫാത്തായ മാസമാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ നിയ്യത്ത് ചെയ്യുക. നമ്മൾ ഈ ഫാത്തിഹ ഓതുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെ കൂടെ ചേർക്കുക. ഇന്നു മുതലാണ്ട് ചോദ നമ്മുടെ ഫാത്തിഹ. ഇനിയുള്ള എല്ലാ രാവുകളിലും ഈ മാസം പ്രത്യേകം വഫാത്തായി പോയ മഹാന്മാരെ ചേർത്തിക്കൊണ്ട് നമ്മുടെ കാരണവന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാത്തിഹ ഓതുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമു റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാറ്റിനെയും ഇതിലതവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വെല്ലുപ്പമാര്, വെല്ലുമ്മമാര്, കന്നവന്മാർ, ഉസ്താദുമാര്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം തന്നവര്, അല്ലാഹുവേ ഞങ്ങളുടെ മുഹിബ്ബീങ്ങളായ ആളുകൾ, ഞങ്ങളുടെ അൻവാറെ ഫജറിന്റെ കുടുംബത്തിൽ അല്ലാഹുവേ ഞങ്ങളുടെ സ്വലാത്ത് ദിക്റിന്റെ മജ്ലിസിൽ പങ്കാളിയാകുന്ന ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജമാഅത്തുകളിൽ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബറിൽ കിടക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരണേ റബ്ബേ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ സാധുക്കളാണ്, നീ ഞങ്ങൾക്ക് അഫൂ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകൾ നാളെ ഖബറിൽ ചോദ്യത്തിന് വേണ്ടി മാറ്റിവെക്കല്ല റബ്ബേ. പടച്ചവനെ, അപകടങ്ങളും അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. നിസ്കാരമുള്ള സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ മക്കളാക്കണേ അല്ലാഹ്. മക്കളില്ലാത്ത, വീടില്ലാത്ത, ജോലിയില്ലാത്ത, കുടുംബത്തിൽ വിഷമങ്ങൾ, സന്തോഷമില്ലാത്ത ഒട്ടനവധി ആളുകൾ റബ്ബേ, നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. നിന്റെ മഹദ് ഫള് കൊണ്ട് സഹായിക്കണേ റബ്ബേ. പടച്ചവനെ, അല്ലാഹുവേ, മഴയുടെ വെള്ളത്തിന്റെ പ്രയാസം കൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്, ഒരുപാട് സഹോദരങ്ങൾ പ്രയാസത്തിലാണ്. അല്ലാഹുവേ, പ്രയാസം മാറ്റണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഖൈറായ മഴ നൽകണേ റബ്ബേ. ഒരു ശർറും പ്രയാസവും ആഫത്തും മുസീബത്തും തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിധിയാകുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ. പെട്ടെന്നുള്ള രോഗങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളും തരല്ലേ അല്ലാഹ്. പടച്ചവനെ, റഫയുടെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ കിടന്ന് അല്ലാഹ്
അല്ലാഹുവേ വെന്തുരുകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. ഇസ്രായേലിന്റെ ക്രൂരതകളെ നീ തടഞ്ഞു വെക്കണേ റബ്ബേ. പടച്ചോനെ അവരെ നീ തടഞ്ഞു വെക്കണേ അല്ലാ. അല്ലാഹുവേ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. സ്വാദുക്കളായ ളാലിമീങ്ങളായ സാധുക്കളായ ആക്രമിക്കപ്പെടുന്നവരായ മദ്ലൂമീങ്ങളായ റബ്ബേ ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വിജയം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ക്ലാസും മജ്‌ലിസും മുടങ്ങാതെ കൊണ്ടുപോകുന്ന ഒരുപാട് പേരാണ്, പ്രത്യേകം ബറക്കത്ത് നൽകണേ അല്ലാ. ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവ് കൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.